ഇന്ദിരാമ്മ വീട് തന്നെയാ. ആ, ഫോണിൽ സംസാരിച്ചപ്പോ ആൾ ഇത്ര ചെറുപ്പാണെന്ന് കരുതിയില്ല. ഇന്ദിരാമ്മ എന്റെ അമ്മയാ. അമ്മയായിട്ടാ ഫോണിൽ സംസാരിച്ചത്. അങ്ങനെ വരട്ടെ, പറഞ്ഞതിൽ എവിടെയോ ഒരു പാകപ്പിഴ എനിക്കും തോന്നി. ഇത് എന്റെ ഹസ്ബൻഡാ. ആ, ഞാൻ മുരളീകൃഷ്ണൻ. ആ, വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഏയ്, തീരെ ഉണ്ടായില്ല. എന്നാ അകത്തേക്ക് വരൂ. ആ, ഇരിക്കൂ. കുടിക്കാൻ എന്തെങ്കിലും? അതൊക്കെ പൂജ കഴിഞ്ഞിട്ടാകാം. മുരളീകൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു ആർക്കിടെക്റ്റാണ്. സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു. ഓ, കൺസ്ട്രക്ഷൻ കമ്പനി. ആ, അപ്പൊ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? തരക്കേടില്ല. എന്നിട്ട് ലക്ഷണം കണ്ടിട്ട് അത്ര ലാഭകരമല്ല എന്ന് തോന്നുന്നു. അതായത് വിചാരിച്ചത്ര ലാഭം അങ്ങോട്ട് ഒത്തുവരുന്നില്ല അല്ലേ? ഞാനങ്ങനെ അമിത ലാഭം പ്രതീക്ഷിച്ചല്ല ബിസിനസ് ചെയ്യുന്നത്. ലാഭത്തേക്കാൾ എൻ്റെ ക്ലയൻസിന്റെ വിശ്വാസ്യതയാണ് എനിക്ക് മുഖ്യം. ആ, അത് വേണം, അത് വേണം. വിശ്വാസമാണല്ലോ പ്രധാനം. എന്നാലും ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവുമല്ലോ. നാട്ടിൽ കൂണുപോലെ അല്ലേ ഇപ്പോ കൺസ്ട്രക്ഷൻ കമ്പനികൾ. എല്ലാത്തിന്റെ ഇടയിൽ നമുക്കും ഒന്ന് പിടിച്ചു നിൽക്കണമല്ലോ. ഇവിടത്തെ പൂജ കഴിഞ്ഞ് വേണമെങ്കിൽ സൗകര്യം പോലെ നമുക്ക് സാറിന്റെ ഓഫീസിലും ഒരു VVP അങ്ങ് നടത്താം. അത് കഴിഞ്ഞാ പിന്നെ ശത്രുദോഷം എന്ന് പറയുന്നത് സാറിന്റെ 7 അയലത്തടുക്കില്ല. VVPയോ? അതെന്താ സംഭവം? അപ്പൊ അതറിയില്ലേ? VVP എന്ന് പറഞ്ഞാൽ വാണിജ്യ വിജയ പൂജ. ഈ പൂജയും മന്ത്രവിദ്യയും ബാധ ഒഴിപ്പിക്കലും ഒക്കെ നാട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ കൂടുതലും അറിയപ്പെടുന്നത് ഈ VVPയിലൂടെയാണ്. ഇവിടെ മാത്രമല്ല, അങ്ങ് ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ഗുരുവിന്റെ VVPക്ക് ഭയങ്കര പേരല്ലേ. വാണിജ്യ വിജയ പൂജയുമുണ്ട്, യന്ത്രവുമുണ്ട്. സാറിന് വേണമെങ്കിൽ നമുക്കൊരു പൂജയും യന്ത്രവും കൂടെ പാക്കേജ് ആയിട്ട് അങ്ങ് ചെയ്യാം. രണ്ടും കൂടെ ഒന്നിച്ചാവുമ്പോൾ ദക്ഷിണയും കുറയും. ആദ്യം വന്ന കാര്യം നടക്കട്ടെ. പൂജയും യന്ത്രവും ഒക്കെ അത് കഴിഞ്ഞാലോചിക്കാം. അതെ അതെ, ധൃതിയില്ല. വന്ന കാര്യം കഴിഞ്ഞിട്ട് മതി. പുഷ്പ, എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. ഓ, എവിടെയാ കളം ഒരുക്കേണ്ടത്? ഒരു ഹാളിലോട്ട് പോ. ആ, ദാ ഇവിടെയാണ്. കള ഇവിടെയാകാം. ശരി. ചാർത്തിലുള്ള സാധനങ്ങളൊക്കെ ദാ എല്ലാം ഇതിലുണ്ട്. ആ, എന്നാ പടുക്ക ഒരുക്കിക്കോളൂ. ആ, അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? എന്തായാലും മടിക്കണ്ട, ധൈര്യമായി പറഞ്ഞോളൂ. മോൾക്ക് ഈ പൂജയിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത മട്ട. അതുകൊണ്ട് തന്നെ അവൾ ഇതുവരെ സമ്മതിച്ചിട്ടുമില്ല. അതുകൊണ്ട് ചിലപ്പോ അവൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറാവില്ലെന്നല്ലേ? ഇന്നലെ വിളിച്ചപ്പോഴേ ഇന്ദിരാമ്മ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. സാരമില്ല, ആളെ എന്റെ മുന്നിൽ കൊണ്ടുവന്നൊന്ന് ഇരുത്തി തന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ഇതിലും വലിയ കേസൊക്കെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളതല്ലേ, അല്ലേ? പിന്നെ അതെ, അധികം ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാതെ വേണം അവളെ ഡീൽ ചെയ്യാൻ. അതൊക്കെ പിന്നെ എനിക്കറിയില്ലേ. അതൊക്കെ ഞാൻ വേണ്ട വിധം കൈകാര്യം ചെയ്തോളാം. പിന്നെ ചിലപ്പോ ചില ബലപ്രയോഗങ്ങളൊക്കെ വേണ്ടി വന്നേക്കും. അതൊക്കെ ക്രിയയുടെ ഭാഗമായിട്ട് കണ്ടാ മതി. എവിടെ ആള്? ഒന്ന് വിളിക്ക്. ആദ്യം ആളിനെ ഒന്ന് കാണട്ടെ. ആ, നമസ്കാരം സ്വാമി. ഞാൻ മോളെ ഒന്ന് റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോ ഇതാണല്ലേ ആള്? ആ, എത്ര നാളാ ഇവൾക്ക് ഈ ഉപദ്രവം തുടങ്ങിയിട്ട്? അതിപ്പോ ഏകദേശം 1-2 ആഴ്ചയായിട്ടുണ്ടാവും. ഇന്ദിരാമേ, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. കടുത്ത പ്രയോഗമാ പ്രയോഗിച്ചിരിക്കുന്നത്. ഇത്തിരി മെനക്കെടേണ്ടി വരും. എന്താ നിന്റെ പേര്? മാളു.
ശരിക്കുള്ള പേര് മാളവിക എന്നാ. ഞാൻ ചോദിച്ചത് ഇവളോടല്ല, ഇവളുടെ ഉള്ളിലുള്ള ആളോടാ. ആരാടി നീ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ അടിച്ച് നിന്റെ പുറം പൊളിക്കും ഞാൻ. വിളച്ചിലെടുക്കാതെ മര്യാദയ്ക്ക് കാര്യം പറയടി. നീ ആരാ? നിനക്ക് എന്ത് വേണം? പറയുന്നതാണ് നിനക്ക് നല്ലത്. അയാളുടെ ഒരു പൂജയും മന്ത്രവാദവും. അപ്പൊ ഇതായിരുന്നു എല്ലാവരുടെ ഉദ്ദേശം അല്ലേ? ഡീ. മാളു. അയ്യോ. മാളു, നീ എന്താ ഈ കാണിക്കുന്നത്? പറയുന്നത് കേൾക്കാം. മാളു, നീ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. എന്താ ഈ കാണിക്കുന്നത്? എല്ലാവരും കാണിച്ചു തരാം. മാളു, അപ്പൊ ഇതായിരുന്നു എല്ലാവരുടെ ഉദ്ദേശം അല്ലേ? വിട്. എല്ലാവരും കൂടി ഭ്രാന്തിയാക്കാൻ നോക്കിയതല്ലേ? എനിക്ക് ഭ്രാന്ത്. പറയുന്നത് കേൾക്കാൻ. എന്താ ഇത്? എന്താ പറ്റി? മോളെ, മോളെ കണ്ണു തുറക്കും മോളെ. മാളു. വേണ്ട ആൻറ്റി, ഡിസ്റ്റർബ് ചെയ്യണ്ട. ആള് കുറച്ചേരം മയങ്ങട്ടെ, ഞാൻ നോക്കിക്കോളാം. ജോ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മമ്മി, ഷീസ് ഓൾ റൈറ്റ്. കുറച്ച് കഴിയുമ്പോൾ ആൾ ഉണർന്നോളൂ. എന്താ മുരളി മോളുമായിട്ടുള്ള പ്രശ്നം? എന്താ അശ്വതി, എന്താ? ഏയ്, അവൾക്കൊരു കുഴപ്പമില്ല. നോക്ക്, ജോ ഇല്ലേ അടുത്ത്, പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നേ?